ഒരു മോഹൻലാൽ ചിത്രത്തിന് ആവറേജ് അഭിപ്രായം വന്നാൽ പോലും നിർമ്മാതാവ് സേഫ് ആവുമെന്ന് സിനിമാ ലോകത്ത് പണ്ട് മുതലേ ഉള്ള സംസാരമാണ്. അത് വീണ്ടും വീണ്ടും ഈ സൂപ്പർ താരം മലയാളത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റേതായി തിയേറ്ററുകളിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ നേര് വീണ്ടും അത് തെളിയിക്കുകയാണ്. സ്ക്രീൻ കൗണ്ടിങ്ങിൽ കുറവൊന്നുമില്ലാതെ മൂന്നാം വാരത്തിലും മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. റിലീസിന്റെ 18-ാം ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 80 കോടിയിലധികം രൂപ നേടിയിരിക്കുകയാണ്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 21-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് ആദ്യ പ്രദർശനങ്ങൾക്കപ്പുറം മികച്ച അഭിപ്രായമാണ് നേടിയത്. അതോടുകൂടി തിയേറ്റർ വ്യവസായത്തിന് വലിയ നേട്ടമാണ് ചിത്രം സമ്മാനിച്ചിരിക്കുന്നത്. 2023-ലെ അവസാന മലയാളം ഹിറ്റ് എന്ന ടാഗും ഇതോടെ ഈ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രത്തിന് ലഭിച്ചു. അതേസമയം 2023-ലെ റിലീസുകളിൽ ഇതിനകം തന്നെ കളക്ഷനിൽ 3-ാം സ്ഥാനത്താണ് നേരെന്ന ചിത്രം എത്തി. കേരള ബോക്സ് ഓഫീസിൽ 2018 RDX എന്നീ ചിത്രങ്ങളാണ് നേരിന് മുന്നിൽ നിലവിലുള്ളത്. എന്നാൽ മുന്നോട്ട് പോകവേ ഇതിന് മാറ്റം വരുമോ എന്ന് ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു കോർട്ട് റൂം ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ വിജയമോഹനൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം മലയാളി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മലയക്കോട്ടെ വാലിബൻ ജനുവരി 24-നാണ് റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായമണിയുന്ന ബറോസ് മാർച്ചിലാണ് റിലീസ് ചെയ്യുന്നത്.